ചരിത്രപ്രസിദ്ധമായ വൈക്കത്തിൻ്റെ മണ്ണിൽ വീണ്ടും ലോക റെക്കോർഡിൻ്റെ തിളക്കം. വൈക്കം വാർവിൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി തൻ്റെ ഇരു കൈകളും ബന്ധിച്ച് വേമ്പനാട്ട് കായലിൻ്റെ 12 കിലോമീറ്റർ നീന്തിക്കടന്നത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക്. വൈക്കം ടി വി പുരം മണ്ണത്താനം വൈശാലി വീട്ടിൽ വിശാലിൻ്റെയും സേതുലക്ഷ്മിയുടെയും മകളായ കുമാരി വൈശാലിയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കാര്യത്തുംകടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള 12 കിലോമീറ്റർ ദൂരം 1 മണിക്കൂർ 53 മിനിറ്റ് കൊണ്ട് നീന്തിക്കയറി ലോക റെക്കോർഡിൽ ഇടം നേടിയത്. രാവിലെ 7:59 ആരംഭിച്ച നീന്തൽ 9:59 വൈക്കം ബീച്ചിൽ സമാപിച്ചു. ചേന്നംപള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TS സുധീഷ് നീന്തൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഉദയനാപുരം ശ്രീമുരുക സ്വിമ്മിംഗ് ക്ലബ്ബിൽ റിട്ടയർഡ് ഫയർ ഓഫീസർ T ഷാജികുമാറിൻ്റെ ശിക്ഷണത്തിൽ നീന്തൽ പരിശീലിച്ചുകൊണ്ട് കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴയാറിൽ 6 മാസക്കാലത്തെ കഠിന പരിശീലനത്തിനൊടുവിലാണ് വൈശാലി ലോക റെക്കോർഡിലേക്ക് നീന്തിക്കയറിയത്. വൈക്കം ബീച്ചിൽ നടന്ന അനുമോദന സമ്മേളനം MLA CK ആശ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ വൈശാലിയുടെ മാതാപിതാക്കളെയും വൈശാലിക്ക് അത് കോച്ചായി വന്ന ബിജു, ഒപ്പം തന്നെ നമ്മുടെ ഷാജി സാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൃത്യമായി ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുന്നതിന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ PT സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ കൃഷ്ണപ്രസാദ് മുഖ്യ അതിഥിയായിരുന്നു. ഈ പറഞ്ഞ സ്വിമ്മിങ്, ആ സ്വിമ്മിങ്ങിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയ ടി വി പുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീജി ഷാജി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ ആന്റണി, വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KS ബിജു, മുൻ മുനിസിപ്പൽ കൗൺസിലർ ജയ് ജോൺ പേരയിൽ, വാർവിൻ സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് M നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വൈശാലിയുടെ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വൈക്കം ബീച്ചിൽ ഒത്തുകൂടിയത്. ഞാൻ വാർവിൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇനി ഞാൻ 6-ലോട്ടാണ്. ഞാൻ ആദ്യം ഷാജി സാറിൻ്റെ അടുത്ത് സ്വിമ്മിങ്ങിന് 6 മാസം പോയി. പിന്നെ കോതമംഗലത്ത് ബിജു സാറിൻ്റെ അടുത്ത് 2 മാസം പോയി. അത് കഴിഞ്ഞിട്ടാണ് കായലിൽ നീന്തിയത്. പിന്നെ പേടി അങ്ങനെ ഇല്ലായിരുന്നു, നല്ലതായിരുന്നു. 2 കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമായിരുന്നു. അവർ 2 പേരും നീന്തൽ അറിഞ്ഞിരിക്കണമെന്നുള്ളത് ഞങ്ങൾക്ക് ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷാജി സാറിൻ്റെ അടുത്താണ് ആദ്യം ഇവരെ നീന്തൽ പഠിക്കാൻ വിട്ടത്. അവിടുന്ന് പഠിച്ച് ആൾ നല്ല രീതിയിൽ നീന്താൻ തുടങ്ങിയപ്പോഴേക്കും സാറ് ഇങ്ങനെ ഒരു റെക്കോർഡിൻ്റെ കാര്യം, അവിടെ പഠിച്ച കുട്ടികൾ റെക്കോർഡിട്ട കാര്യങ്ങളും എല്ലാം ഞങ്ങളോട് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പം വൈശാലിക്ക് നല്ല താല്പര്യമായിരുന്നു റെക്കോർഡ് ചെയ്യണം എന്നുള്ള. അപ്പോൾ സാറ് ഞങ്ങളെ അതിനുവേണ്ടി കോതമംഗലത്തേക്ക് ബിജു സാറിൻ്റെ അടുത്തേക്ക് വിടുമായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത ഇതിനു വേണ്ടി. ദൂരത്തിൻ്റെ കാര്യത്തിൽ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പിന്നെ വൈശാലി അവിടെ കണ്ടിന്യൂ ആയിട്ട് 3 മണിക്കൂർ ഒക്കെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ഈ വിസാറും ഷായ് സാറും എല്ലാവരും ഒരു കോൺഫിഡൻസ് ഒക്കെ തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും നീന്തി എത്തും എന്നുള്ള കാര്യം ഏറെക്കുറെ ഞങ്ങൾ ഉറപ്പായിരുന്നു. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. വിഷൻ ന്യൂസ് വൈക്കം.